സൂറത്തു യാസീൻ നമ്മളൊക്കെ ഓതുന്ന ഒരു സൂറത്താണ്. നമ്മുടെ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയൊരു സൂറത്താണ്. സൂറത്തു യാസീൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ മഈശത്തിൻ്റെ മാർഗങ്ങൾ എളുപ്പമാകാനും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ശത്രുക്കളുടെ ഇടങ്ങേറുകൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും അതുപോലെ തന്നെ ലോകത്ത് നമുക്ക് ഇസ്സത്ത് നിലനിന്ന് കിട്ടാനുമൊക്കെ സൂറത്ത് യാസീൻ ഉപകാരപ്പെടും. സൂറത്ത് യാസീൻ ഓതിയാൽ പറ്റും. എന്നാൽ അതിന് ചില സമയങ്ങളുണ്ട്, ചില എണ്ണങ്ങളുണ്ട്, ചില ദിവസങ്ങൾ കൃത്യമായി പരിഗണിച്ചിരിക്കണം. സൂറത്ത് യാസീൻ കൊണ്ട് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി കിട്ടും എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മഈശത്തിൻ്റെ മാർഗങ്ങൾ എളുപ്പമാകാനും ഇസ്സത്ത് വർദ്ധിച്ചു കിട്ടാനും അതുപോലെ തന്നെ നമുക്കുള്ള തടസ്സങ്ങൾ, ശത്രുക്കളുടെ എണ്ണം അതൊക്കെ മാറി ശത്രുക്കളുടെ ഇടങ്ങേറുകൾ നീങ്ങി തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങി റാഹത്തായി കിട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനും കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക. അതുപോലെ തന്നെ ഇത് ഖുർആൻ്റെ വിശദീകരണം അല്ലെ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ വലിയ പ്രതിഫലം നമുക്ക് അതുവഴി ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. അള്ളാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മളെ വിളിച്ചിട്ട് പലപ്പോഴും സങ്കടം പറയുന്നവരുണ്ട്, ദുആ വസിയത്ത് ചെയ്യുന്നവരുണ്ട്, സന്തോഷം അറിയിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ, എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, അതുപോലെ തന്നെ സന്തോഷം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇല്ലേ, പലപ്പോഴും എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ വിളിച്ചിട്ട് അവരുടെയൊക്കെ വീട്ടിലെ ഒരു സഹോദരനെ പോലെ, ഒരു മകനെ പോലെ, ഒരു അനുജനെ പോലെയൊക്കെയാണ് നമ്മളെ കാണുകയും നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുകയും പ്രശ്നപരിഹാരങ്ങളൊക്കെ തേടുകയും ചെയ്യുന്നു. അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ ഈ ബന്ധം ഈ ആത്മീയമായ ബന്ധമായി നാളെ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചേരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പലപ്പോഴും വലിയ വലിയ സൂറത്തുകളുടെ മഹത്വങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ വീഡിയോകളിൽ നോക്കിയാൽ കാണാം, ചാനലിൽ ഒരുപാട് വലിയ സൂറത്തുകളുടെയൊക്കെ വിശദീകരണം പറയും. കഴിഞ്ഞ ദിവസം ആലി ഇമ്രാൻ സൂറത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ബക്കറ സൂറത്തിനെ പറ്റി പറഞ്ഞിരുന്നു. ഇങ്ങനെ തുടങ്ങി പല സൂറത്തുകളെയും പറ്റി പറയും. ഉസ്താദേ, ഇതൊന്നും വലിയ സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ല, ഈ സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ല. അറിയാതിരിക്കുക എന്നുള്ളൊരു കുറവല്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം, ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ അത് ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു ചാനൽ ഖുർആനുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഖുർആൻ ഓതി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാർ ചെയ്യുന്ന ഒരു ചാനൽ ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ്. ഖുർആൻ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ്. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ വലിയ വലിയ സൂറത്തുകൾ ഓതാൻ അറിയില്ല, എന്നാൽ സ്ഥിരമായി ഓതുന്ന സൂറത്ത് യാസീൻ, അതുപോലെ തബാറക സൂറത്ത്, ഇതൊക്കെ കേട്ട് പരിചയമുള്ളത്, ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ളതുകൊണ്ട് അത് ഓതാൻ അറിയാം. എന്നാൽ ഈ യാസീൻ സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരും. അതായത് പല ആളുകളും വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട്, കൃത്യമായ വരുമാന മാർഗ്ഗം ഇല്ല എന്നുള്ളത്, മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ എളുപ്പമായി കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മഈശത്തിൻ്റെ മാർഗ്ഗം കൃത്യമായി കിട്ടാൻ, അത് എളുപ്പമായി കിട്ടാൻ, നല്ല മഈശത്തിൻ്റെ മാർഗ്ഗം കിട്ടാനൊക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇനി പല ആളുകളും പറയുന്നൊരു പരാതിയാണ്, അതായത് പല വഴികളും വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കച്ചവടത്തിന് വെച്ച ഒരു സ്ഥലം, അത് വിറ്റു പോകാൻ പല വഴികളും അടുത്ത് വരുന്നുണ്ട്. പക്ഷേ അവസാന സമയമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, അത് മുടക്കി തട്ടിപ്പോവുക, അല്ലേ? വീട് വിൽക്കാൻ വെച്ചിട്ട് വിൽക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് അത് തട്ടിപ്പോവുക. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അത് പല ആളുകളുടെയും ഇടങ്ങേറ് കാരണം, ശത്രുത കാരണം, അല്ലെങ്കിൽ പകപോക്കൽ കാരണമൊക്കെ ഇല്ലാതായി പോവുക. ഇപ്പോൾ ഈ ഇടങ്ങേറും തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടിയാൽ നമുക്കത് കാര്യം റാഹത്തായി കിട്ടും. അതിന് ഉപകരിക്കുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയില്ലാതെ നടക്കുക, അതായത് നമ്മൾ പലപ്പോഴും പറയും ഒരു ഇസ്സത്തില്ലാത്ത ജീവിതം, അന്തസ്സില്ലാത്ത ജീവിതം, അത് മാറിയിട്ട് ഇസ്സത്തോടെ, പ്രതാപത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് പണമാണെങ്കിലും പവറാണെങ്കിലും പദവിയാണെങ്കിലും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. 3 രൂപത്തിലാണ് സൂറത്തു യാസീൻ പാരായണം ചെയ്യണം. സൂറത്തു യാസീൻ ഓതാം, പക്ഷേ അത് എത്ര എണ്ണമാണ് ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരും, അത് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞുതരും. ഇഖ്റ സൂറത്ത് യാസീൻ കുല്ല യൗമിൻ 3 മറാത്തിൻ, 3 തവണ എല്ലാ ദിവസവും ഓതണം. സൂറത്ത് യാസീൻ 3 തവണ ദിവസവും ഓതണം. അതിന് സമയം ഏതെങ്കിലും ഒരു സമയം മെനക്കെട്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, സൂറത്ത് യാസീൻ ഓതാൻ വലിയ സമയമൊന്നും വേണ്ട. കൃത്യമായിട്ട് നല്ലതുപോലെ ഓതാൻ അറിയുന്ന ഒരാൾക്ക് 10 മിനിറ്റിൽ താഴെ മതിയാവും സൂറത്ത് യാസീൻ ഓതി തീർക്കാൻ, ഇല്ലേ? 10 മിനിറ്റ് തന്നെ വേണ്ട. ഞാൻ പതുക്കെ ഓതുന്ന ആളുകളുടെ കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഓതുന്നതാണെങ്കിൽ അത്ര തന്നെ വേണ്ടി വരില്ല, 4-5 പേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രൂപത്തിൽ ഓതുന്ന, സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാവുന്നേ ഉള്ളൂ സൂറത്ത് യാസീൻ. അപ്പോൾ ഒരു 3 തവണ ഓതുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. അപ്പോൾ 3 തവണ ദിവസവും ഓതണം. ലി മുദ്ദത്തി ഉസ്ബൂഇൻ, എത്ര ആഴ്ച?
ഒരു ആഴ്ചക്കാലം. എത്ര ദിവസം വെച്ചാൽ ഒരാഴ്ചക്കാലം, ഒരു 7 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 3 തവണ വീതം സൂറത്തു യാസീൻ ഓതണം. ഇബ്തിദാഅൻ ബിൽ ജുമുഅത്തി വന്തിഹാഅൻ ബിൽ ഖമീസി. അത് തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് തുടങ്ങണം. വെള്ളിയാഴ്ച ദിവസമാണ് തുടങ്ങേണ്ട ദിവസം. വെള്ളിയാഴ്ച ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് വന്തിഹാഅൻ ബിൽ ഖമീസി വ്യാഴാഴ്ച ദിവസം അവസാനിപ്പിക്കുകയും ചെയ്യണം. മനസ്സിലാവും? അപ്പോൾ ഒരാഴ്ചക്കാലം ചെയ്യണം, 7 ദിവസം ചെയ്യണം. അത് വെള്ളിയാഴ്ച ദിവസം തുടങ്ങിയിട്ട് വ്യാഴാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്യണം. ഞാൻ ഈ പറയുന്ന ദുആ, ഇപ്പോൾ ഇനി ശേഷം പറയാൻ പോകുന്ന ദുആ, ഈ അവസാനിപ്പിച്ചതിന് ശേഷം, ഈ അവസാനത്തിന്റെ ശേഷം, അതായത് എല്ലാ ദിവസവും ഈ 3 തവണ ഓതി തീർത്ത്, നമ്മൾ 3 തവണ ഖുർആൻ ഓതി തീർത്ത്, യാസീൻ ഓതി തീർത്തതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ കൂടെ ഒന്ന് പറഞ്ഞേക്കണം. ഏതാണ് ദുആ? യാ മൻ തഹുല്ലു ബിഹി ഉഖദൽ മക്കാരിഹ്, യാമൻ തഹുൽ ബിഹി, അതായത് വെറുക്കപ്പെടുന്ന കെട്ടുകളെയൊക്കെ അഴിക്കുന്നവനായ ഒരു അള്ളാഹുവേ. വെറുക്കപ്പെടുന്ന, അതായത് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വീണ കെട്ടുകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ നീക്കുന്നവനായ, അഴിക്കുന്നവനായ അള്ളാഹുവേ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു വാചകം കൂടെ എന്ത് ചെയ്യണം? 3 ദിവസം ഈ 3 തവണ സൂറത്ത് യാസീൻ ഓതിയതിനു ശേഷം അവസാനം എന്ത് ചെയ്യണം? ദുആ ചെയ്യുമ്പോൾ ഇതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് വേണം ദുആ ഇറക്കേണ്ടത്. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചക്കാലാണ് ഓതേണ്ടത്. ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ദിവസങ്ങളുണ്ട്. അതായത് പറഞ്ഞുതരാം. ഒരാഴ്ച എന്തായാലും ഓതണം, പക്ഷെ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും വ്യത്യസ്ത ദിവസങ്ങളിലാക്കിയാൽ ഈ പറയുന്ന മംഫഅത്തുകൾ അവർക്ക് കിട്ടും, ഈ പറയുന്ന ഫലങ്ങൾ കിട്ടും. നമുക്ക് വന്ന അദുവുകളെ, ശത്രുക്കളെ തട്ടിമാറ്റാനും, നമുക്ക് വന്ന ഇടങ്ങേറുകൾ, ബലാഉകൾ, മുസീബാത്തുകൾ നീങ്ങിക്കിട്ടാനും, തടസ്സങ്ങളില്ലാതെയാകാനും, ഇടങ്ങേറുണ്ടാക്കുന്നവരുടെ ഇടങ്ങേറിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർ തുടങ്ങേണ്ടത് ഇബ്തിദാഅൻ ബിയൗമി സലാസാഇ വന്തിഹാഅൻ ബിൽ ഇസ്നൈൻ എന്നാണ് തുടങ്ങേണ്ടത്. ചൊവ്വാഴ്ച മുതൽ തുടങ്ങി തിങ്കളാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാം. മനസ്സിലായോ? അതായത് ശത്രുക്കളുടെ ഇടങ്ങേറിൽ നിന്നും ഈ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം? തിങ്കളാഴ്ച അവസാനിപ്പിക്കണം. ഒരാഴ്ച അങ്ങനെ അവസാനിപ്പിക്കാം. ഇനിയോ വലിനൈൽ ഇസ്സത്തി, പ്രതാപം അധികരിപ്പിക്കണമെന്ന്, അതായത് പ്രതാപം ഉണ്ടാകണം, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ തുടങ്ങേണ്ടതായി ഇബ്തിദാഅൻ ബിയൗമിൽ അഹദി വന്തിഹാഅൻ ബിസ്സബ്തി, ഞായറാഴ്ച ദിവസം തുടങ്ങിയിട്ട് ശനിയാഴ്ച ദിവസം കൊണ്ട് അവസാനിപ്പിക്കണം. ഞായറാഴ്ച മുതൽ തുടങ്ങി ഒരാഴ്ചക്കാലം, അതായത് ശനിയാഴ്ച തീർക്കണം കേട്ടോ. 3 തവണ വീതമാണ് എല്ലാ ദിവസവും ഓതേണ്ടത്. ഇനി വലിൽ മഈഷത്തി, നമ്മുടെ മഈഷത്തിന്റെ മാർഗ്ഗങ്ങൾ എളുപ്പമായി കിട്ടണം, മഈഷത്തിന്റെ മാർഗ്ഗങ്ങൾ ഉഷാറായി കിട്ടണം, നമുക്കുള്ള ജീവിത ഉപാധി, ജീവിത മാർഗ്ഗങ്ങളൊക്കെ റാഹത്തായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇബ്തിദാഅൻ ബിൽ ഖമീസി വന്തിഹാഅൻ ബിൽ അർബിഅ, വ്യാഴാഴ്ച ദിവസം തുടങ്ങിയിട്ട് ബുധനാഴ്ച ദിവസം അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 രൂപം പറഞ്ഞു തന്നത് വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയാണ്, വ്യത്യസ്തങ്ങളായ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പറയാം. അപ്പോൾ ഒരു 3 ആഴ്ചക്കാലം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ, റാഹത്തായി കിട്ടാൻ ഉപകരിക്കും. ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്തു കൊടുത്ത അമലുകൾ കാരണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത അമലുകൾ ചെയ്തിട്ടൊക്കെ സാധാരണ അതിന് റാഹത്ത് ഫലം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് നിത്യവും മെസ്സേജ് അയക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ റാഹത്ത് നൽകി കൊടുക്കട്ടെ, അവർക്ക് നിലനിർത്തി കൊടുക്കട്ടെ. അതുപോലെ തന്നെ പല ആളുകളും ഉസ്താദേ കാര്യങ്ങൾ റാഹത്തായി കിട്ടുന്നില്ല, എന്തെങ്കിലും പരിഹാര മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്കുമാറാകട്ടെ, എത്രയും പെട്ടെന്ന് ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ രൂപത്തിലൊന്ന് ചെയ്തു നോക്കുക. സൂറത്ത് യാസീനാണ്, നമുക്ക് ഓതാൻ അറിയുന്ന സൂറത്താണ്, പലപ്പോഴും നമ്മൾ കേട്ടും ഓതിയൊക്കെ ശീലമുള്ള സൂറത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ രൂപത്തിൽ ഈ എണ്ണമൊക്കെ നോക്കി വെച്ചിട്ട് ഒന്ന് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. അതുപോലെ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം പല ആളുകളും പല വിഷമങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്താൽ അവർ ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു കൂലി കൂടെ നമുക്ക് കിട്ടും, ആ കൂലി കൂടെ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ചാനൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മളിതുപോലെയുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്, അല്ലേ? അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകളൊക്കെ ചെയ്യുക. എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ, പ്രശ്നപരിഹാരങ്ങൾക്ക് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹു അവർക്കൊക്കെ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.